Let us continue with the role of family in health and illness. Why we have to study this? In community health nursing, we are dealing with the health and illness of community, the whole community. As we all know, family is the basic fundamental unit of the community. So we should know what is the role of a family in the balance between health and illness. The first role is supporting physical and psychosocial home environment. Yes, in order to maintain the health, the family has a very big role in physical and psychosocial home environment. Maintaining a good environment in the home. അല്ലേ, വീട്ടിൽ ഒരു നല്ല ഫിസിക്കൽ എൻവയോൺമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ. ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല ശുദ്ധവായു, അല്ലേ, ശുദ്ധജലം, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നമുക്ക് ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാവുക. എലോങ് വിത്ത് ദാറ്റ് സൈക്കോസോഷ്യൽ എൻവയോൺമെൻറ്റ്. വാട്ട് ഈസ് സൈക്കോസോഷ്യൽ എൻവയോൺമെൻറ്റ്? അതെ, നമ്മുടെ സന്തോഷം, ദുഃഖം, നമ്മുടെ സൈക്കോസോഷ്യൽ, നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ഒരു ചെറിയ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ കരകയറി പോരാനായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഹോമിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലേ. ഫാമിലി ഹാസ് എ മേജർ റോൾ ഇൻ ദാറ്റ്. പ്രൊവൈഡിങ് അഡിക്വേറ്റ് റിസോഴ്സസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ. പേഴ്സണൽ ഹൈജീൻ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഓൾ ദ അഡിക്വേറ്റ് റിസോഴ്സസ് ഫോർ മെയിൻറ്റെയിനിങ് ദാറ്റ്. ഒരു നല്ല പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും, നല്ല വെള്ളം, നല്ല ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ടാവുക, ക്ലീനിങ്, ദീസ് ഓൾ തിങ്സ് വി ഗെറ്റ് ദ ഫൗണ്ടേഷൻ ഫ്രം ഫാമിലി. പ്രൊവൈഡിങ് അഡിക്വേറ്റ് ആൻഡ് ഹോൾസം ഫുഡ്, അല്ലേ, എല്ലാ രീതിയിലുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ദ ഹോൾസം ഫുഡ്, വാട്ട് യു മീൻ ബൈ ഹോൾസം? ഇറ്റ്സ് നോട്ട് ഓൺലി ലൈക്ക് pulses and grains, everything, all the minerals, vitamins, everything what you need in your basic life, you all will get through the food. So that is adequately provided through a family. A good family can only provide good food to the family members. Making provisions for meeting spiritual health needs. Yes, spiritual health is one of the major component of the health. Spiritual healthന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനവും നമുക്ക് ലഭിക്കുന്നത് ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. റിക്കഗ്നൈസിങ് ഡെവലപ്മെൻറ്റൽ ഡീവിയേഷൻസ് ആൻഡ് ഹെൽത്ത് ഡിസ്റപ്ഷൻസ്. നമുക്ക് ഡെവലപ്മെൻറ്റൽ ഡീവിയേഷൻ തിരിച്ചറിയാൻ പറ്റും, അല്ലേ. ഹൗ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ്? നമ്മുടെ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് നിങ്ങൾ തേർഡ് ഇയറിൽ പഠിച്ചിട്ടില്ലായിരുന്നോ പീഡിയാട്രിക്സിൽ? സോ അതുകൊണ്ട് ഒരു കുട്ടി ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലോട്ട്, അപ്പോൾ ഒരു ടോഡ്ലർ ടു പ്രീ സ്കൂളർ ടു സ്കൂളർ, അല്ലെങ്കിൽ അതിനുശേഷം അഡോളസെൻറ്റ്, അഡൽട്ട്, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റൽ ഡീവിയേഷൻ തക്ക സമയത്ത് റിക്കഗ്നൈസ് ചെയ്ത് ആൻഡ് ഹെൽത്ത് ഡിസ്റപ്ഷൻസ്, ഇഫ് ദർ ഈസ് എനി ഹെൽത്ത് വൈസ് പ്രോബ്ലംസ് ആർ ദെയർ, this all should be noted first in the family only. Making decisions for seeking health care, alle, we should all the decisions, the major decisions in the family should be taken regarding the health care related ആയിട്ടുള്ള എല്ലാ ഡിസിഷൻസും നമ്മൾ ഫാമിലിയിലാണ് ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടല്ലേ പോകുന്നത് ഏത് ഡോക്ടറെ കാണണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏത് രീതിയിൽ ഇതിനെ ട്രീറ്റ് ചെയ്യണം, ഏത് മോഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ട്രീറ്റ്മെൻറ്റിന്, ഇതെല്ലാം നമ്മൾ വീട്ടിലാണ് തീരുമാനിക്കുന്നത്. ഡീലിംഗ് വിത്ത് ഹെൽത്ത് ക്രൈസിസ് ആൻഡ് ഹെൽത്ത് ക്രൈസിസ് സിറ്റുവേഷൻസ്. നമുക്കൊരു ഹെൽത്ത് ക്രൈസിസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുന്നതും ഫാമിലിയിലാണ്. പ്രൊവൈഡിങ് നഴ്സിംഗ് കെയർ ടു ദ സിക്ക്, ഡിസേബിൾഡ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സ്. ഫാമിലിയിലുള്ള എല്ലാ ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സും, ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻ, ഇവരെല്ലാവരും തമ്മിൽ, സോ ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു കെയർ ഓഫ് സിക്ക് ആൻഡ് ഡിസേബിൾഡ്. അവർക്ക് ഒരാൾക്ക് വയ്യായ്ക വന്നിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് കെയർ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത് ആ വീട്ടിലുള്ള മെമ്പേഴ്സ് പരസ്പരമാണ്. പ്രൊവൈഡിങ് റീഹാബിലിറ്റേഷൻ കെയർ. ആസ് വി ഓൾ നോ വാട്ട് ഈസ് റീഹാബിലിറ്റേഷൻ? യെസ്, ബ്രിങ്ങിങ് ബാക്ക് ആൻ ഇൻഡിവിജ്വൽ ഇൻ ടു ദ പ്രീ ആക്സിഡൻ്റൽ സ്റ്റേജ്, അല്ലേ. ഒരാൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, എന്തെങ്കിലും ഒരു വയ്യായ്ക സംഭവിച്ചെങ്കിൽ അയാളെ അതിന് മുന്നേ ഉള്ള ഫങ്ഷണൽ ലെവലിലോട്ട് മാക്സിമം കപ്പാസിറ്റിയിൽ നമ്മൾ തിരിച്ചെത്തിക്കുക. സോ വി ആർ റീഹാബിലിറ്റേറ്റിംഗ്. സോ ദറ്റ് റീഹാബിലിറ്റേഷൻ കെയർ ഓൾസോ സ്റ്റാർട്ട് ഇൻ ദ റൂട്ട്സ് ആർ ഇൻ ദ ഫാമിലി ഓൺലി. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. നമ്മുടെ ഫാമിലിയിൽ ഇറ്റ്സ് വൺ ഓഫ് ദ മേജർ റോൾ ഓഫ് എ ഫാമിലി ദാറ്റ് വി ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് വാട്ട് ഗവൺമെൻറ് ഈസ് പ്രൊവൈഡിങ് ടു അസ്. Then only we will be able to get the benefits what government is really providing to the population. So totally, as we can say that there are 6 stages to understand the family's role in health and illness. So health care'ൽ ഫാമിലിയുടെ റോളിന് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് 6 സ്റ്റേജസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പ്രിവെൻഷൻ.
prevention, then diagnosis, then treatment, support, recuperation and rehabilitation and terminal care. ഫസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഒരു രോഗത്തെ വരാതെ തടയാൻ സഹായിക്കുന്നു, കറക്റ്റ് സമയത്ത് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ സഹായിക്കുന്നു, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സഹായിക്കുന്നു, ഗുഡ് സപ്പോർട്ട് ഫിനാൻഷ്യലി, സൈക്കോളജിക്കലി, സോഷ്യൽ സപ്പോർട്ട്, എവറിതിങ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. ദെൻ റിക്കവറി, എ ഗുഡ് റിക്കവറിക്ക് വേണ്ടിയിട്ട്, ആൻഡ് ഈവൻ ദ ഫൈനൽ സ്റ്റേജ് റീഹാബിലിറ്റേഷൻ ആൻഡ് ടെർമിനൽ കെയർ. ദീസ് ഓൾസോ ഈസ് ദ ബേസിക്സ് we get from the family. So these are the roles of family in health and illness.